നമസ്കാരം. ഇന്ന് എന്നാന്നറിയാമോ പറയാൻ പോകുന്നത്? വേറെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എനിക്കൊരു പേരമ്മ എന്ന് പറയുന്ന ഒരു പേരമ്മേനെ അറിയായിരുന്നു. അതായത് എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ആ അമ്മേനെ വിളിക്കുന്ന പേരമ്മേ പേരമ്മേന്നായിരുന്നു വിളിക്കണേ. ആ പേരമ്മയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പേരമ്മ ചിരിച്ചോണ്ടേ സംസാരിക്കുകയുള്ളൂ എല്ലാവരോടും. അത് തന്നെയല്ല, ഭയങ്കര സൗമ്യമായിട്ട് ശാന്തമായിട്ട് എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുകയുള്ളൂ. ഒത്തിരി അങ്ങോട്ട് വാതോരാണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സ്വഭാവമൊന്നും ആ പേരമ്മയ്ക്കില്ലായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യും. ഹസ്ബൻഡ് മരിച്ചു പോയതാ. ഒരു നല്ല പ്രായത്തിൽ തന്നെ ഹസ്ബൻഡ് മരിച്ചുപോയി. പിന്നെ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകനെ വളർത്തിയാണ് ആ പേരമ്മ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം എതിലേ പോയാലും നാട്ടുകാർ പേരമ്മ എങ്ങോട്ടാ പോണേ, പേരമ്മ എങ്ങോട്ടാ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയും, ഞാനിവിടം വരെ പോവുക, കടയിൽ പോവുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ പേരമ്മ പറയും. അത് ആടിനെയൊക്കെ നോക്കി വളർത്തി ഒക്കെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു പശു ഉണ്ടായിരുന്നു, പശുവിനെ പക്ഷേ ഒരിക്കലും പുള്ളിക്കാരി ഒരു പരിഭവവും ആരോടും പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടുകളാണെന്നോ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാലത്ത് ഹസ്ബൻഡ് മരിച്ചു പോയ ശേഷം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നോ, അങ്ങനെ ഒന്നും ഒരിക്കൽ പോലും പറയാതെ എപ്പോഴും പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും നോക്കിക്കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേരമ്മ എന്ന് പറയുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒത്തിരി ദുരിതങ്ങളാണ് പുള്ളിക്കാരി അനുഭവിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അസുഖങ്ങളും അതുപോലെ തന്നെ ഹസ്ബൻഡ് ചെറുപ്പത്തിൽ മരിച്ചു പോയതിൻ്റെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബാധ്യതയും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം സന്തോഷത്തോടു കൂടി നേരിട്ട ഒരു വ്യക്തിയായിരുന്നു ഈ പേരമ്മ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു മാതൃകയാക്കണം, ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരികയോ അല്ലെങ്കിൽ വിഷമങ്ങൾ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ഭാഗ്യവാന്മാരാണെന്ന് വിചാരിക്കും. നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലേ, പക്ഷെ നമ്മൾ അതിലൊന്നും കാണുകയില്ല. നമ്മൾ മറ്റുള്ളവരിലേക്ക് കണ്ണു വെച്ചിട്ട് നമ്മൾ അതുപോലെ ആകാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് വിഷമിക്കുകയും ചെയ്യും, ഇല്ലേ? ഒത്തിരി പേരില്ലേ അങ്ങനെ. ഈ അടുത്ത നാളിൽ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞാണ്, അവർക്ക് നാട്ടിൻപുറത്ത് നല്ലൊരു വീടും സ്ഥലമൊക്കെ ഉണ്ട്. അവരെ കെട്ടിച്ചു വിട്ടത് ഒരു നാട്ടിൻപുറത്തേക്കാണ്. പക്ഷേ അവരുടെ ആഗ്രഹം അതല്ലായിരുന്നു. അവർക്ക് ടൗണിൽ പോയി ജീവിക്കണം എന്നായിരുന്നു. അവർക്ക് ഫ്ലാറ്റിൽ താമസിക്കണം, അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാക്കി അവസാനം നാട്ടിലുള്ള സ്ഥലവും വീടും എല്ലാം വിറ്റ് ടൗണിൽ പോയി, എറണാകുളത്താണ് പോയി താമസിക്കുന്നത്. ഒരു ഫ്ലാറ്റ് മേടിച്ച് അവിടെ താമസം തുടങ്ങി. എന്നിട്ടിപ്പം ഒരു കാന്താരിമുളക് പറിക്കണമെങ്കിൽ എല്ലാം കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളത് ഇട്ടെറിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള കുറച്ച് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പായുന്ന കുറച്ച് പേരും ഉണ്ടില്ലേ. അപ്പം ഇങ്ങനെയുള്ള പേരമ്മമാരെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു സന്തോഷം തോന്നും. എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടു കൂടി ഒന്നിനും പരിഭവങ്ങളും പരാതിയുമില്ലാത്ത ഇങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ കണ്ടു വളരേണ്ടത്, ഇല്ലേ? അങ്ങനെയുള്ളവരല്ലേ നമുക്ക് മാതൃകയാക്കേണ്ടത്, ഇല്ലേ? അതേപോലെ ചിലരെ കണ്ടിട്ടുണ്ട്, എന്നാ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. അത് സത്യമായ കാര്യമാണ്. അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെയൊക്കെയാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ എന്ത് ഇല്ല എന്ന് പറഞ്ഞോ, ആ സാധനം നമുക്കില്ലാതെയായി വരും. ഇനി പൈസയാണോ, നമുക്കില്ല, കടം എന്ന് പറയുന്ന വാക്ക് തന്നെ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സമ്പത്ത് പോകുമെന്ന് പറയുന്നത്. അതേപോലെ ഏത് സമയവും എനിക്ക് ദുഃഖമാണ്, എനിക്ക് ആരുമില്ലേ, എന്നെ ആരും നോക്കാനില്ലേ, എനിക്ക് സങ്കടമാണ് എന്നിങ്ങനെ പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരുന്നോ, അവരുടെ ജീവിതം അത് തന്നെയായിരിക്കും. അവർക്കൊരു ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു പുരോഗതി ഉണ്ടാകുകയില്ല. അത് തീർച്ചയായ കാര്യമാണ്. അതിനാണ് പറയണത്, നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് നമ്മളിലേക്ക് വരും എന്ന് പറയണതിൻ്റെ ഒരു വശമായത്. ഒത്തിരി പേരെന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലുമൊക്കെ അവരിങ്ങനെ ഏത് സമയം ഇല്ലേ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് അസുഖങ്ങളാണ്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ വരും. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാൻ പോകരുത് കേട്ടോ. നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും മറ്റുള്ളവരുടെ രോഗവിവരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്കുണ്ടെന്ന് നമുക്കൊരു ചിന്ത വരും. ചിലർ ഈ വലിയ അസുഖത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും. അത് നമ്മൾ പോയി കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും,
എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, എൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ചെറിയൊരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കും അതാന്ന് തന്നെ ചിന്തിച്ച് നമ്മൾ പിന്നെ ഇരിപ്പ് തുടങ്ങും. പിന്നെ നമ്മുടെ മനസ്സിലെ ചിന്ത എന്നാണെന്നറിയാം, എനിക്കതായിരിക്കും, അവർ പറഞ്ഞതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എനിക്കുണ്ടല്ലോ എന്നിങ്ങനെ. ചില ഡോക്ടേഴ്സുകൾ ക്ലാസ് എടുക്കണ നമ്മൾ യൂട്യൂബിൽ കൂടെ കാണാൻ പറയല്ലേ, അത് കേട്ട് കഴിഞ്ഞിട്ട് നമുക്കും അതുപോലത്തെ അത് തന്നെയാണ് എനിക്കുള്ള രോഗം, എനിക്കും അങ്ങനെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക. നമുക്ക് അങ്ങനെയൊന്നും വരില്ല, നമ്മൾ അതിനൊന്നും ശ്രദ്ധിക്കാണ്ടിരുന്നു നോക്കി, നമ്മുടെ ശരീരം തന്നെത്താനെ അത് ഭേദമാക്കി തന്നുകൊണ്ടിരിക്കും. നമ്മൾ കേട്ടിട്ടില്ല, ഈ പനിയും ജലദോഷവും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ട് അത് പനി ഭേദമാകും എന്ന് പറഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ മാത്രം നമ്മൾ ആശുപത്രി പോയാൽ മതി എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇതിൻ്റെ അത് സിസ്റ്റം. നമ്മൾ ചുക്ക് കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ച് പോകാൻ അതിനെ കളയാൻ ശ്രമിക്കുക, അതും കഴിഞ്ഞിട്ടും പോയില്ലേ മാത്രമേ നമ്മൾ ആശുപത്രി പോകാളൂ എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്. നമ്മൾ ആവശ്യമില്ലാത്ത അസുഖങ്ങളാണോ, ആവശ്യമില്ലാത്ത സാമ്പത്തിക ബാധ്യതയാണോ, ആവശ്യമില്ലാത്ത എൻ്റെ പൊന്നോ ചിലർ പറയുന്ന കേട്ടിട്ട് നമുക്ക് ഇതെന്തായി പറഞ്ഞൊപ്പിക്കണേന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. സൗന്ദര്യത്തെക്കുറിച്ച്, എനിക്ക് സൗന്ദര്യമില്ലേ, എനിക്ക് സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എനിക്കതില്ലേ, എനിക്കിതില്ലേ, എനിക്ക് നല്ല ഡ്രസ്സ് ഇടാനില്ലേ, അങ്ങനെ എനിക്ക് പണമില്ലേ, ഭക്ഷണം കഴിക്കാനില്ലേ, എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. ഇല്ലാത്ത പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കുള്ളത് വെച്ച് നമ്മൾ ജീവിച്ചു നോക്കിക്കേ, ഉള്ളത് മതി. ഉള്ളതിൽ നമ്മൾ സംതൃപ്തരാണോ, നമ്മൾ ഭാഗ്യവാന്മാരാ. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് നമ്മൾ നല്ല കുളിച്ച് നമ്മൾ വൃത്തിയായി നമ്മളൊരു ഓഫീസിൽ പോകുമ്പോൾ ഏത് വീട്ടമ്മമാരാണെങ്കിലും ഒന്ന് ഇരുന്ന് നോക്കിക്കേ. നമ്മൾ ഓഫീസിൽ പോകുന്നവർ, രാവിലെ പുറത്ത് പോകുന്നവർ ഇരിക്കും പോലെ നമ്മളും രാവിലെ നേരത്തോടെ സാരി ഉടുത്തോണ്ടോ അല്ലെങ്കിൽ നല്ല വീട്ടിലെ നല്ല പുത്തൻ ചുരിദാർ എടുത്തോ അങ്ങനെയല്ല പറഞ്ഞേ, നമ്മൾ നല്ല മേക്കപ്പൊക്കെ അത്യാവശ്യം ചെയ്ത് നമ്മൾ വീട്ടിൽ കൂടെ നടന്നു നോക്കി, നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതേപോലെ നല്ല വൃത്തിക്ക് ഇരിക്കാൻ ശ്രമിക്കുക, വീടൊക്കെ നല്ല വൃത്തിക്ക് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള പണികളിലേക്കാകുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറിപ്പോവും. അതേപോലെ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. എഴുതി പ്രാർത്ഥിക്കണവരൊക്കെ ഉണ്ട്, എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്, പ്രാർത്ഥന എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ എഴുതി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരാഗ്രഹം, എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് 1001 തവണയും 108 തവണയൊക്കെ എഴുതുന്നവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഗുരുവായൂരപ്പനെയാണെങ്കിൽ ഗുരുവായൂരപ്പനെ എഴുതി പ്രാർത്ഥിക്കുക, നാരായണ നാരായണ എന്ന് എഴുതുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, അതായത് ഈശോപ്പനാണെങ്കിൽ ഈശോപ്പനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് എഴുതുക. ഇങ്ങനെയൊക്കെ എന്ത് കാര്യങ്ങളാണേലും നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം, അതിന് വേണ്ടിയിട്ട് ശ്രദ്ധ അങ്ങ് മാറ്റുക. അതല്ലാതെ നമ്മൾ ഈ എന്നാ പറയണേ, വേറെ ചിന്തകൾ, ദുഷിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാണ്ടിരിക്കുക. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജീവിതത്തിൽ ഒന്നും ആവില്ല. നമ്മുടെ മനസ്സിൽ ഈ വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. അതേപോലെ ഒരു പുഞ്ചിരിച്ച മുഖത്തോടെ ഒരു 2-3 ദിവസം നടന്നു കഴിയുമ്പോൾ നമുക്ക് പുഞ്ചിരിച്ച മുഖത്തോടെ ഇരിക്കാൻ പറ്റും. നമ്മൾ ചിരിച്ച മുഖത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ ഒരു മാറ്റം നമുക്കറിയാൻ പറ്റും. അതേപോലെ കണ്ണാടിയിലൊക്കെ നോക്കി നിന്ന് നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാം. കണ്ണാടിയിലൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ ഇത്രയും മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കി ഇന്ന് ഗോഷ്ടി കാണിച്ചിട്ടുണ്ട്, അത് തിരിച്ച് ഗോഷ്ടി കാണിക്കണം. നമ്മളെ നമ്മൾ കരഞ്ഞു കാണിച്ചാൽ അത് തിരിച്ച് കരഞ്ഞു കാണിക്കും, നമ്മൾ ചിരിച്ച് കാണിച്ചാൽ ചിരിച്ച് കാണിക്കും. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മൾ കണ്ണാടിയോട് എന്ത് കാണിക്കുന്നു അത് പ്രതിഫലിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നത് പോലെ തന്നെ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ എന്ത് തിരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അത് ഇരട്ടിയായിട്ട്, അത് പ്രപഞ്ചത്തിലേക്കാണെങ്കിലും മനുഷ്യരിലേക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് തിരിച്ച് നമുക്ക് തന്നെ വരും, ഉറപ്പാണ്. പലരും ദുഃഖിച്ചിരിക്കണത് എന്നാണെന്നറിയാവോ? അവരെന്നെ നോക്കിയില്ല, അവനെന്നെ നോക്കിയില്ല, അല്ലെങ്കിൽ അവരങ്ങനെ കണ്ടു, അല്ലെങ്കിൽ അവർക്ക് അന്നതുണ്ട്, അവർക്ക് ഇന്നതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിക്കണവരധികം പേരും. ഒരു കാര്യവുമില്ല. നമ്മുടെ വിഷമിച്ച് നമ്മുടെ ജീവിതം എന്താ പറയുക, ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ഇരിക്കാമെന്നേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ എന്തോരം ടെൻഷൻ അടിക്കുന്നോ, നമ്മൾ എന്തോരം മറ്റുള്ളവരെ വേണ്ടി കുശുമ്പുകൾ വിചാരിക്കുന്നോ, കുന്നായിക വിചാരിക്കണോ, നമ്മുടെ സ്കിന്നിൽ പോലും അത് ബാധിക്കും. ഉറപ്പായ കാര്യമാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പ്രായമായി നമ്മുടെ സൗന്ദര്യവും പോയി, നമ്മൾ ആരെ എന്ത് മോശമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നോ, അതേപോലെ ആരെക്കുറിച്ച് കുശുമ്പും കുന്നായും വിചാരിച്ചിട്ടുണ്ടോ, ആരെ അടുത്ത് ആർത്തി കാണിക്കുന്നോ, അസൂയ കാണിക്കുന്നോ, അത് നമ്മുടെ മുഖത്തും ശരീരത്തിലും പ്രതിഫലിച്ചിരിക്കും. നമ്മൾ അതൊക്കെ വിട്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ശരീരവും സ്കിന്നും നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് വരികയും ചെയ്യും. ഉറപ്പായ കാര്യമാണ്. ഈ അധികം പേർക്കും പറ്റുന്ന കുഴപ്പമെന്നാന്ന്, ഒന്ന് ചിരിച്ച് കാണിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. റോഡിൽ കൂടെ പോണവരെ, ഞാൻ ഇതിലൊരു ചേച്ചി പള്ളിയിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പലപ്പോഴും മിറ്റം അടിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ഈ ചേച്ചി പള്ളിയിൽ പോകും. അപ്പം ഞാൻ ആ ചേച്ചീനെ കാണുമ്പോൾ ഞാൻ ചുമ്മാ ചിരിക്കും. എന്നിട്ട് പള്ളിയിൽ പോകണമെന്ന് ചോദിക്കും. ആ പുള്ളിക്കാരി ഒരു 10-65 വയസ്സുണ്ടേ,
മുഖത്തേക്ക് നോക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരം ചോദിക്കും അതിനോട്, പള്ളിയിൽ പോവാണോ? താമസിച്ചു പോയില്ലേ എന്ന് ചോദിക്കാം. ആ എന്നിങ്ങനെ പറയുള്ളൂ. അവരാരാണ്ടോടുള്ള കലിപ്പുമായിട്ടാണ് പള്ളിയിൽ പോകുന്നത്. പിന്നെ എങ്ങനെ പുണ്യം കിട്ടും? ഞാൻ എന്നിട്ട് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തു. ഈ ചേച്ചിനെ കണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ ചേച്ചി പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഹസ്ബൻഡിൻ്റെ കേൾക്കെ തന്നെ ചോദിച്ചു. ആ ചേച്ചി അത്രയേ ഉള്ളൂ. ആ ചേച്ചിയുടെ മുഖം ഇരിക്കണ കണ്ടാൽ മതി. എന്തൊക്കെയോ വരിഞ്ഞു മുറുകി വിഷമങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പുള്ളിക്കാരി പോകുന്ന പള്ളിയിലേക്ക്. അങ്ങനെയൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും വിഷമത്തിന് കാരണം മറ്റുള്ളവരാണോ, നാട്ടുകാരാണോ നമ്മുടെ ഉള്ളിലെ വിഷമത്തിന് കാരണം? അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നാട്ടുകാരാണോ? നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലാണ് നമ്മൾ കെട്ടിങ്ങനെ കിടന്ന് ഉഴണ്ടോണ്ടിരിക്കുന്നത്, ഇല്ലേ? ഞാനീ പേരമ്മയുടെ കാര്യം പറഞ്ഞെടുത്ത് തുടങ്ങിയ കഥയാണ് ഇപ്പം ഈ പള്ളിയിൽ പോകുന്ന ചേച്ചിയിൽ എത്തി വന്നത്. എങ്കിലും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് നല്ല ഫുഡുകൾ ഉള്ളത് കഴിക്കുക. അത്യാവശ്യം വില കുറഞ്ഞ പഴങ്ങളാണ്, എന്തെങ്കിലും പഴങ്ങളൊക്കെ കഴിക്കണം. നമുക്ക് നല്ല വെള്ളം കുടിക്കുക, പ്രാർത്ഥിക്കുക നന്നായിട്ട്. ഏത് ദൈവത്തെയാണെങ്കിലും അതിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക. എൻ്റെ പൊന്നോ, ചില പിള്ളേരൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ ജോലിക്ക് പോയി കഴിയുമ്പോൾ ചില അമ്മമാരിരുന്ന് പറയുന്ന കേട്ട് നമുക്ക് തന്നെ സങ്കടം വരും. ഇവരെന്താ ചിന്തിച്ചു കൂട്ടണേ നമ്മൾ ചിന്തിക്കും. സ്കൂളിലേക്ക് മക്കളങ്ങ് ഇറങ്ങി കഴിയുമ്പോഴത്തേനും പറഞ്ഞാൽ കേട്ടോ, അയ്യോ ബസ് കിട്ടിക്കാണോ, അയ്യോ അങ്ങനെയാണോ, റോഡ് ക്രോസ് ചെയ്യാൻ അറിയാവോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന്. ആ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പാടില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി നന്നായി പഠിച്ച് തിരിച്ച് വീട്ടിൽ വരാനായിട്ട് നമുക്ക് ചിന്തിക്കാൻ പാടില്ലേ? വീട്ടിൽ വന്ന് നമ്മളെ അമ്മയെന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പാടില്ലേ? നമ്മളെന്തിനീ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടുന്നത്, ഇല്ലേ? അത് ചിന്തിക്കില്ല. അവരെങ്ങനെയായിരിക്കും പോയത്, അല്ലെങ്കിൽ ഹസ്ബൻഡ് എങ്ങനെയായിട്ട് സ്കൂട്ടറിലാണ് പോയേക്കണേ, അല്ലെങ്കിൽ ബൈക്കേലാണ് പോയേക്കണേ, എന്നായി തിരക്കിലേക്കാണ് പോയേക്കണേ. എന്തിനാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത്? അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആ പ്രശ്നം അങ്ങ് വിട്ടേക്കുക. അവർ പോയിക്കോളും. അവരെ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചേക്കുക. ദൈവം കാത്തോളും. അതല്ലേ ചിന്തിക്കേണ്ടത്? അവരെ നോക്കിക്കോളും. അവരെ നോക്കാൻ അവർക്കറിയാം. അവരെ നോക്കാൻ ദൈവമുണ്ട്, അല്ലെങ്കിൽ ഒന്നും വരുത്തില്ല എന്നിങ്ങനെ ചിന്തിക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ, ജീവിതം മുന്നോട്ട് പോവുകയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ സന്തോഷവാന്മാരായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. രാവിലെ എഴുന്നേറ്റ് നല്ല കുളിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നല്ല സുന്ദരക്കുട്ടന്മാരും സുന്ദരക്കുട്ടികളുമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മക്കളെയും അത് ശീലിപ്പിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ പണിയെല്ലാം തീർന്നിട്ട് ഞാനിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ബായ്.